4 കുരുന്നുകൾക്ക് പൊതുജീവനേകി കടന്നുപോയ ആലിന് യാത്രാമൊഴിയേകി കേരളം. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത്. 8 മണിയോടെയാണ് ആലിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ ഒരു ജനസാഗരമായിരുന്നു ആലിനെ അവസാനമായിരുന്നു കാണാനായി എത്തിയത്. ഓരോരുത്തർക്കും ഒരുപക്ഷെ 10 മാസം പ്രായമായിട്ടുള്ള ആലിനെ മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ ആലിനിങ്ങനെ മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് അവരെല്ലാവരും പറഞ്ഞത്. നമ്മൾ കാണുമ്പോൾ ഓരോ ആളുകളുടെയും കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരില്ലാതെ അവർ മടങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം അവരുടെയൊക്കെ മനസ്സിൽ കയറി കൂടിയ ഒരാളായി ആ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ. അവളുടെ കുഞ്ഞ് ജീവൻ പകത്ത് നൽകിയ, അല്ലെങ്കിൽ അവളുടെ അവയവങ്ങൾ നൽകിയ ആ ഒരു കുഞ്ഞ് ശ്രേയയുടെ മുത്തച്ഛനും ആലിനെ അവസാനമായിരുന്നു ഒക്കെ കാണാനെത്തി. അതോടൊപ്പം ആലിൻ്റെ മുത്തച്ഛനെ അദ്ദേഹം പോയി കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ ആലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നത്. പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ചയോടെ ഗുരുതരമാവുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു. അന്ന് തന്നെ പെട്ടെന്ന് ഈ ഒരു അവയവദാനത്തെക്കുറിച്ച് മുത്തച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് അവർക്ക്. പക്ഷേ ആ ഒരു വേദന അത് മനസ്സിൽ വെച്ചാൽ പോരാ. പക്ഷേ അതൊരു പക്ഷേ 4 കുരുന്നുകൾക്ക് പുതുജീവനേകുകയാണെങ്കിൽ അതിന് സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് ആലിൻ മനുഷ്യ മനസാക്ഷിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറിയതും. ഓരോ ആളുകളും അവിടെ എത്തുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം നേരെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്തുള്ള CSI പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. നിരവധി ആളുകളാണ് വീട്ടിലും പള്ളിയിലുമായി ആലിനെ അവസാനമായിരുന്നു കാണാനായി എത്തിയത്. അതിൽ മന്ത്രി VN വാസവനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. അതിന് ശേഷം പള്ളിയിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചായിരുന്നു ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗിക ബഹുമതി നൽകിയത്. മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിലാണ് ഔദ്യോഗിക ബഹുമതി ആലിന് നൽകിയത്. പിന്നീട് ആലിനെ ഒരു മടക്ക യാത്ര ഇല്ല. ഇനിയിപ്പോൾ ആൽ ഈ ഉറങ്ങുന്നത് ഈ മണ്ണിൽ തന്നെയാണ്. അവൾ മാമോദിസ മുക്കിയ അവളൊരു പക്ഷേ ഇവിടെ ചുവടുകൾ വെക്കേണ്ടിയിരുന്ന അതേ മണ്ണിൽ തന്നെയാണ് ആൽ ഉറങ്ങുന്നത്. ഒരു കുഞ്ഞ് മാലാഖ, ആ ഒരു കുഞ്ഞു മാലാഖയുടെ പ്രതിമയുടെ താഴെയുള്ള കല്ലറയിൽ അവളിപ്പോൾ സുഖമായി ഒരു പക്ഷേ ഉറങ്ങുന്നുണ്ടാകും. താൻ ചെയ്ത പുണ്യങ്ങൾ എന്തെല്ലാമാണ്, താൻ ചെയ്യുന്ന ഈ സമൂഹത്തിന് നൽകിയ ഒരു ആർജവം എന്തൊക്കെയാണ്, സമൂഹത്തിന് നൽകിയ സന്ദേശം എന്തൊക്കെയാണെന്നൊരു പക്ഷേ ആ കുഞ്ഞിന് അറിയത്തുണ്ടാവില്ല. പക്ഷേ ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ കാണാനെത്തുന്ന ഓരോ ആളുകളിലും അവൾ ഇനി എന്നും ഈ മനസ്സുകളിൽ ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ ആളുകളും ഒരുപോലെ പറയുന്നത്.